ഞാനിപ്പോ വന്നേക്കാം. റംലത്തെ, എന്താണിത്? എന്നോടൊന്നും ചോദിക്കരുത്. ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് ഉറച്ചറിഞ്ഞ് മുഴുവൻ മനസ്സിലാക്കാതെ ഞാൻ ഇവിടെ നീടിപ്പിടഞ്ഞ് മരിക്കണമെന്നോ? എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലേ? നിന്നെ കണ്ടപ്പോ ആ മനുഷ്യൻ പാട്ട് നിർത്തി. അയാളെ കണ്ടപ്പോ നിനക്ക് കരച്ചിലടക്കാൻ കഴിയാതെയായി. ഞാൻ മഠേനല്ല, അയാളല്ലേ ഷാജിമോന്റെ ബാപ്പ. അതെ. ഇക്കയുടെ ഉമ്മവാപ്പമാരായി ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുള്ളവരല്ല. ഇക്കയും ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ഇക്കയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചെന്നാ ചേനാച്ചിമ്മ പറയുന്നത്? ഒന്നും ഈ ചേനാച്ചിയോട് മറച്ചു പിടിക്കണ്ട. ഒരു കുഞ്ഞിന്റെ വാപ്പാവിളി കേൾക്കാൻ ഇക്കാപ്പെട്ട പാട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം വന്നപ്പോ ആ കഷ്ടപ്പാടുകളും വെറുതെയായി. നേരാണ്. എന്റേതായ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചു. നടന്നില്ല. അതുകൊണ്ടാണ് ഷാജിമോനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയത്. അവിടെയും തോൽക്കാനായിരിക്കും എന്റെ വിധി. ആരും അത് ചൊല്ലി ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹുവിന്റെ വിധി പോലെ നടക്കും. ബാപ്പാ, ഇതൊന്ന് പിടിച്ച. എന്താ പാപ്പ എന്നോടൊന്നും മിണ്ടാത്തെ? പിണക്കാണോ? മോനെ, റംലത്തെ, സുൽഫിക്കറിനെ കണ്ടതിന് ശേഷം നിനക്ക് കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അയാളോടൊപ്പം പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ അതിനെതിര് പറയുന്നില്ല. എതിർ പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. നീ ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. പക്ഷേ ഒരു കാര്യം, ഷാജിമോനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പിന്നെ എല്ലാം നിന്റെ തീരുമാനം പോലെ. നിൽക്കൂ. നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറന്നിട്ടില്ല. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. അവിടെ നില്ലവിടെ. നിങ്ങൾ പിന്നെ വന്നോ? എന്താ കാര്യം? നിങ്ങൾ ഒരിക്കൽ വന്നു പോയതിന്റെ ഭൂകമ്പം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല.
നിങ്ങൾ ഈ കുടുംബം നശിപ്പിച്ചടങ്ങൂ അല്ലേ? എന്താ ഉപയോഗ കാര്യം എന്താണെന്ന് പറയൂ. എന്തോന്ന് പറയാനാ? ഇക്കാക്ക സ്വന്തം മോനെ പോലെ കരുതി ലാളിച്ച് വളർത്തിക്കൊണ്ട് വന്നതാ ഷാജി മോനെ. അപ്പോ ഷാജി കുഞ്ഞുമ്മ സാഹിബിന്റെ മോനല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് സ്വന്തം മോനെ പറ്റി ചോദിക്കുന്നത് കേട്ടില്ലേ? ഭാര്യയെ ഉപേക്ഷിച്ച് പോകട്ടെ, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പാപമാണ്. ഞാൻ ഷാജിമോനെ ഒന്ന് കാണാൻ വന്നതാ. അവൻ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. നനച്ചിരിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതെല്ലാം. സുൽഫിക്ക് ഇവിടെ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അകത്തിരിക്കാമല്ലോ. ഇരിക്കൂ. ഞാൻ വന്നത് എന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകാനാ. മനസ്സിലായില്ല. ഷാജി എനിക്ക് വിട്ടുതരണം. ഷാജി നിങ്ങൾക്ക് വിട്ടുതരാനോ? അവൻ എന്റെ മകനാണ്. ഒരിക്കലുമല്ല, ഞാനാണ് അവന്റെ ബാപ്പ. അവന്റെ ബാപ്പ് നിങ്ങളോ? അതെങ്ങനെ? റംലത്ത് പ്രസവിച്ചുകൊണ്ട്. റംലത്ത് എന്റെ ഭാര്യയാണ്. അതിനു മുമ്പ് അവൾ എന്റെ ഭാര്യയായിരുന്നു. ആ സമയത്താണ് ഷാജി ഗർഭം ധരിച്ചത്. മിസ്റ്റർ സുൽഫിക്കർ, അന്തസ്സായി ജീവിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി അയാളുടെ കുഞ്ഞിന്റെ പുത്രത്വം അവകാശപ്പെട്ട ആളാണ് നിങ്ങൾ. ആ നിങ്ങളിൽ നിന്നും മര്യാദ പ്രതീക്ഷിക്കുന്ന ഞാനാണ് മഠേൻ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദാ നിൽക്കുന്നു റംലത്ത്. അവളോട് തന്നെ ചോദിക്കേ ഷാജി മോന്റെ ബാപ്പ ആരാണെന്ന്. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുമ്പോ എനിക്ക് മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നു. റംലത്ത് അങ്ങനെയാണോ പറഞ്ഞത്? എന്നോട് പറഞ്ഞ വാക്കുകൾക്ക് തികച്ചും വിപരീതമായിട്ട്. അവൾ ഇത്ര ഭയങ്കരിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എവിടെയായിരുന്നല്ലോ അത്രയും കാലം? പോയിട്ട് എഴുത്തുപോലെ അയക്കാൻ തോന്നിയില്ലല്ലോ. ഇനി എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? അവൻ വന്നല്ലോ. അന്ന് പറഞ്ഞത് തന്നെ ഇന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനാണ്. എന്നിട്ടാണോ ഇക്കാക്ക വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ കള്ളം പറഞ്ഞത്? എന്ത് കളവാണ് ഞാൻ പറഞ്ഞത്? ഷാജി ഇക്കാക്കയുടെ മകനല്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. നിന്റെ ഇക്കാക്ക എന്നെ മൊഴി ചെല്ലുമ്പോ മാസക്കുള്ളി തെറ്റിയിട്ടില്ലായിരുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനധികം പറയണം? അത്രയും പോരെ? ആ വാക്കുകൾ കൊണ്ട് ഷാജി നിന്റെ ഇക്കാക്കയുടെ മകനല്ലെന്ന് അർത്ഥമാവുന്നത് എങ്ങനെ? നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് മറ്റൊരർത്ഥം ഇതിന് കൽപ്പിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിരുന്നു. മൊഴി ചൊല്ലപ്പെട്ടതിന് ശേഷം എനിക്ക് മാസക്കുള്ളി ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷേ ഞാനത് മനഃപൂർവ്വം മറച്ചു പിടിച്ചതാണ്. ഇവിടത്തെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന്. സജന, പരിഹസിക്കരുത്. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കാൻ മോഹമുള്ളവളായിരുന്നെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയുമായിരുന്നില്ല. എന്റെ മരണം വരെ ആ രഹസ്യങ്ങൾ എന്നോടൊപ്പം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നെ. സജനെ ഒന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീക്കുണ്ടാകുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും എനിക്കുണ്ട്. നിന്റെയൊക്കെയോടൊപ്പം സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ എന്റെ മനസ്സ് ഇപ്പോഴും പൊരിയുന്നു. എന്നിട്ടാണ് ഇക്കാക്ക വന്നപ്പോ പച്ച കള്ളം പറഞ്ഞ് തിരിച്ചയച്ചത്? സജന വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഞാനിന്നൊരു ഭാര്യ മാത്രമല്ലെന്ന് സജന ഓർക്കണം. എന്നെ മനസ്സിലാക്കാതെ എന്നെ നിക്കാഹ് കഴിച്ച നിർദോഷിയായ ഒരു പാവം മനുഷ്യൻ ഈ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ മാനം കാക്കാൻ ഞാൻ ബാധ്യസ്ഥയായിപ്പോയി. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ചവനെന്ന ചീത്തപ്പേരിനും പരിഹാസത്തിനും ആ മനുഷ്യനെ ബലിയാടാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു.
അന്ന് ഞാൻ എങ്ങനെ വാക്ക് കൊടുത്തിരുന്നില്ലെങ്കിൽ ഇന്ന് നീ എന്നെ ജീവനോടെ കാണുമായിരുന്നില്ല. ഈ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ആ മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. തന്നെയുമല്ല, ഷാജിമോനെ അദ്ദേഹത്തിന് പ്രാണനാണ്. അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അവനെ അദ്ദേഹത്തിൽ നിന്ന് പിരിച്ച് ആയുസെത്തും മുൻപേ അദ്ദേഹത്തെ ഖബറിലേക്ക് കെട്ടിയെടുക്കാനുള്ള അവസ്ഥയ്ക്ക് കാരണക്കാരിയാവാനും ഞാൻ ഒരുക്കമല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇക്കാക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന്. സജന വീണ്ടും അത് തന്നെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ദയവ് ചെയ്തു പോകും. പോകാനല്ലേ പറഞ്ഞത്?